ശ്രീകണ്ഠപുരം നഗരസഭയിലെ 17ാം വാർഡായ ആലക്കുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ പുതുതായി രൂപീകരിച്ച വാർഡ് കൂടിയാണ് ആലക്കുന്ന്. ഇവിടെ ശക്തമായ മത്സരമാണ് LDFും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ നടക്കുന്നത്. പുതിയ വാർഡായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരത്തിന്റെ ചരിത്രങ്ങൾ നമുക്കിവിടെ അവതരിപ്പിക്കാനായി ഒന്നുമില്ല എന്നതും ഈ വാർഡിന്റെ സവിശേഷതയാണ്. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ആലക്കുന്ന് 17ാം വാർഡിലാണ് ഞങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി എത്തിയിട്ടുള്ളത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് ശ്രീകണ്ഠപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണ വൈസ് ചെയർമാൻ പദവി അലങ്കരിച്ച് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള K. ശിവദാസനാണ്. ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ വാർഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് 30 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 31 വാർഡുകളാണ്. ഈ ഒരു വാർഡ് പുതുതായി രൂപീകരിച്ച വാർഡാണ് ഈ ആലക്കുന്ന് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുൻപേയുള്ള ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ എന്തൊക്കെ ആത്മവിശ്വാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ ചോദിച്ചറിയാം. 3 തവണകളായി ഏകദേശം വീടുകൾ കയറി സ്ഥാനാർത്ഥി പര്യടനങ്ങളെ പൂർത്തിയാക്കി കഴിഞ്ഞു. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായും UDFന് മുൻതൂക്കം ഉള്ളൊരു വാർഡാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നും 2-3 തവണ വീടുകൾ കയറി എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് സഹകരിക്കുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ തുടർച്ചയായി 2ാം തവണയും കൗൺസിലർ പദവിയിലെത്തുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഈ വാർഡിൽ എന്താണ് പ്രഥമ പരിഗണന നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഒരു താരതമ്യം ആലക്കുന്ന് പേര് പറയുമ്പോൾ തന്നെ കുറച്ച് കുന്നുകൾ കൂടുതലുള്ള ഒരു വാർഡാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കുടിവെള്ളം ക്ഷാമരൂക്ഷമായ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും നഗരസഭയുടെ സെക്രട്ടറിയുടെ പേരിൽ ആധാരം ചെയ്ത് തരികയാണെങ്കിൽ കുടിവെള്ള വിതരണ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം 2 റോഡുകൾ നിലവിലുള്ള റോഡുകൾ ഏറ്റെടുക്കാനുണ്ട്. അത് ലാൻഡ് റിലിംഗ്വിഷ്മെൻറ്റ് ഫോം സ്ഥലമുടമകളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി നഗരസഭയിൽ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി അത് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് പ്രധാന പരിഗണന കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ LDF ഇപ്പോൾ പ്രചരണ ഘട്ടങ്ങളിലെല്ലാം ആരോപിക്കുന്ന മെയിനായൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠപുരത്ത് ശ്മശാനമില്ല. കേരളത്തിൽ തന്നെ നഗരസഭകളിലെ ആദ്യ പട്ടികയിലെ ഒരു ശ്മശാനമില്ലാത്ത ഒരു പട്ടികയാണെന്നാണ് ഉള്ള ആരോപണമുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോഴുള്ള പ്രകടന പത്രികയിൽ വാതക ശ്മശാനം ഉൾപ്പെടെ നിർമ്മിക്കും എന്ന് UDF അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇത്രയും കാലം അതിനുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ എന്തായിരുന്നു? നിലവിൽ ശാന്തിതീരം ശ്മശാനം നമ്മൾ 2020 ഡിസംബർ മാസം കഴിഞ്ഞ ഈ ഭരണസമിതി വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് PP രാഘവട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 12 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കോമ്പൗണ്ട് വാള് കെട്ടി മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നു. അപ്പോഴാണ് അവിടെ പുതിയ താമസക്കാർ ആ സ്ഥലത്തിനടുത്തേക്ക് പുതിയ താമസക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് പുകയുടെ ശല്യമുണ്ട്. അപ്പോൾ ഇതിനൊരു പുകക്കുഴൽ സ്ഥാപിച്ചുകൊണ്ട് ഇതിന് പുക മുകളിലേക്ക് വിടുന്ന രീതിയിൽ നേരത്തെ സാധാരണ ഒരു ആ ചൂളക്ക് ഒരു അടപ്പ് എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പുകക്കുഴൽ നമ്മൾ 1,50,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ടെൻഡർ ചെയ്ത് പുകക്കുഴൽ സ്ഥാപിച്ചു. ചൂളയൊക്കെ പൊളിച്ചു പണിതു. പുതുതാക്കി പൊളിച്ച് ഒരേ സമയം 2 ബോഡി വെക്കാവുന്ന രീതിയിൽ ചൂള പണിതു. നമ്മൾ അവസാനം അതിൻ്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെല്ലാം നഗരസഭയിൽ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ഡമ്മി കത്തിച്ചുകൊണ്ട് അത് ചിരട്ടിയും ചകിരി ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ചു. നമ്മൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എല്ലാവരും വന്ന് പോലീസിൻ്റെയും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോട് സന്ദർശിച്ചുകൊണ്ടായിരുന്നു ആ പരിപാടി നടത്തിയത്. കൃത്യമായി പുക മുകളിലേക്ക് പോകുന്നവർക്ക് ഉണ്ടായി. എല്ലാം ഭംഗി. അതിനുശേഷം 1-2 ബോഡികൾ വെച്ചു. പിന്നീട് ഏറ്റവും അവസാനമായി വേണ്ടി വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു സന്ധ്യാസമയത്ത് സാധാരണഗതിയിൽ 4 മണിക്ക് ശേഷം അവിടെ ശവം അടക്കാറില്ല. പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബോഡി കിട്ടാൻ കുറച്ച് താമസിച്ചപ്പോൾ ഒരു 5:30-6 മണിക്ക് സമയത്താണ് ഈ ബോഡി സംസ്കരിക്കുന്നത്. ഇപ്പോൾ സന്ധ്യാസമയത്ത് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു കാറ്റ് ഒരു അനക്കമൊന്നുമില്ലാത്ത ഒരു സ്തംഭനാവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്ത് പുക ശല്യം ഉണ്ട് എന്ന് നാട്ടുകാർ പരാതി പറയുകയും അപ്പോൾ വൈകിയ സമയത്ത് ഇങ്ങനെ ബോഡി വെക്കരുത്. അപ്പോൾ എന്നെ വിളിച്ചു, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. ഞാൻ പറഞ്ഞു അത് നടത്തിപ്പുകാരന് ഒരു സംശയം വന്നുകൊണ്ട് സമയം 4 മണിക്ക് ശേഷം എന്നുള്ളത് പുള്ളി വിചാരിച്ചു 6 മണിക്ക് ശേഷം പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഒരു വിഷയം ഉണ്ടായത്. അപ്പോൾ അന്ന് ഇനി മേലല്ല ഇതിങ്ങനെ ആവർത്തിക്കില്ല, അത് അങ്ങനെ ഇനി 4 മണിക്ക് മുമ്പായി മാത്രമേ ശവം സംസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവർ
മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അവർ പരാതി കൊടുത്തു. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അവർ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി അയ്യവാല നഗരസഭയെ ആലോചിക്കാതെ ഏകപക്ഷീയമായി അവർ വന്ന് സൈറ്റ് പരിശോധിച്ച് ഈ പൈപ്പിന് 30 മീറ്റർ നീളം വേണമെന്ന് പറഞ്ഞു. നമുക്കറിയാം തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിൽ തൊട്ടടുത്ത് തന്നെ നെടിയങ്ങിയിൽ നമ്പ്യാർ സമുദായ ശ്മശാനമുണ്ട്. ചേപ്പറമ്പ് തന്നെ മറ്റ് 2 തീയ സമുദായത്തിനും പിന്നെ യാദവ സമുദായത്തിനൊക്കെ ശ്മശാനങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ ഒരു ലെങ്ത് പൈപ്പ്, അതായത് 6 മീറ്ററാണ് ഒരു ലെങ്ത്തിൽ ഉണ്ടാവുക, അത് മാത്രമേ സ്ഥാപിച്ചുള്ളൂ. അവിടെ എല്ലാം കൃത്യമായി സംസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പം നിങ്ങൾക്ക് പോയി പരിശോധിച്ചാൽ മനസ്സിലാവും, അവിടെ യാതൊരു പ്രയാസവുമില്ല. കൃത്യമായി പോക്കോഴലുണ്ട്, പിന്നെ ഷെഡുണ്ട്, ചൂളയും അടപ്പും എല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ ഏകപക്ഷീയമായി അവർ ഉത്തരവിട്ടു ഇത് ഈ പ്രശ്നം പരിഹരിച്ചിട്ട്, അതായത് 30 മീറ്റർ പൈപ്പ് സ്ഥാപിച്ചിട്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത് ആ 30 മീറ്റർ നീളത്തിൽ പൈപ്പ് സ്ഥാപിക്കാൻ സാങ്കേതികത്വം അതിന് ബലമുണ്ടാവില്ല. എങ്ങനെ വായുവിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ സമാന്തരമായി അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഗ്യാസ് ശ്മശാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹകരിച്ച് കോണ്ടൂർ സർവേ കഴിഞ്ഞു. അതിൻ്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിൽ നമ്മൾ ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. അപ്പോൾ 2 ഏജൻസികളാണ് വന്നത്. അതിലൊരു ഏജൻസിക്ക് കൗൺസിൽ തീരുമാനപ്രകാരം അംഗീകാരം കൊടുത്തു. ഏറ്റവും ലോവസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ ടെൻഡർ ചെയ്തത്. ലോവസ്റ്റ് ഏജൻസിക്ക് കരാർ കൊടുത്തു. അവർ മാസങ്ങളോളം നീട്ടി അപ്പോൾ വർക്ക് ചെയ്യാത്ത വന്നപ്പോൾ അവരെ ഒഴിവാക്കാൻ ഇതിനൊക്കെ നടപടിക്രമങ്ങളുണ്ട്. കൗൺസിൽ തീരുമാനിക്കണം. അതിൻ്റെ അവസാനം 2ാമത് വീണ്ടും കൗൺസിൽ ചേർന്നു. തൊട്ടടുത്ത ഏജൻസിക്ക് കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ PV മോഹനാണ്. അദ്ദേഹം കിലേൻ്റെ കൺസൾട്ടൻ്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ചുമതലപ്പെടുത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. DPR കിട്ടിയ ഉടനെ കിഫ്ബിയിൽ നിന്ന് ലോൺ 2.25 കോടി ഏകദേശം വരും എന്നാണ് കണക്കാക്കുന്നത്. ഈ അടുത്ത ഭരണസമിതിയോടുകൂടി വരവോടുകൂടി നമുക്കത് പൂർണ്ണമായും ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പരമ്പരാഗത തൊഴിലും കാർഷിക മേഖലയൊക്കെ അഭിവൃദ്ധിപ്പെട്ടു വരുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് വീക്ഷണമുള്ളത്? എതിർ സ്ഥാനാർത്ഥി നാട്ടുകാരനാണ്. പക്ഷെ നമ്മൾക്കറിയാം, ഈ നാട്ടുകാരൻ എന്നുള്ളൊരു പരിഗണന എന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് പഴയ കാലഘട്ടമല്ല. ഞാൻ ഈ നാട്ടുകാരനല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളാണ്. കേസ്മാർട്ട് വന്നതോടുകൂടി നമുക്കൊന്നും ഒരു ഓഫീസിലേക്കും കയറി ഇറങ്ങണ്ട. പണ്ട് കാലത്ത് നമുക്കൊരു കത്ത് വാങ്ങണമെങ്കിലും കൗൺസിലറുടെ അല്ല മെമ്പർ വീട്ടിൽ പോകണം. നമുക്കിപ്പോൾ എവിടെ നിന്നിരുന്നും കാര്യങ്ങൾ നടത്താം. കേസ്മാർട്ട് നമുക്കെല്ലാം ലോഗിലുണ്ട്. ആ ലോഗിൽ എന്തെങ്കിലും ശുപാർശ, ഇപ്പോൾ മാരേജ് രജിസ്ട്രേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശുപാർശ കത്താവട്ടെ, എന്തെങ്കിലും നമുക്ക് കേസ്മാർട്ട് ഓൺലൈൻ ചെയ്യാം. നമ്മളെ ഫോണിൽ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ശ്രീകണ്ഠപുരം നഗരസഭയിൽ കഴിഞ്ഞ വൈസ് ചെയർമാൻ പദവി അലങ്കരിച്ച് ശ്രീകണ്ഠപുരം നഗരസഭയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഊർജ്ജസ്വലനായ ഒരു വൈസ് ചെയർമാനായിരുന്നു K. ശിവദാസൻ. ഇദ്ദേഹത്തിന് തികഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി ഈ ആലക്കുന്ന് പുതിയ വാർഡിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് തന്നെ വിജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവിധ ആശംസകളും. ആലക്കുന്നിലെ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് N. ബാലൻ മത്സരരംഗത്തുള്ളത്. അപ്പോൾ 4 തവണയോളം പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ വാർഡിൽ നിന്ന് ജയിച്ച് ഒരു കൗൺസിലായി വരുമെന്നുള്ളതിൽ? ഞാൻ ഇവിടെ 4 പ്രാവശ്യം വോട്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് അവരെടുക്കുന്ന, അതായത് ഞാൻ ചെയ്ത കാര്യങ്ങളും ഇനി ഞാൻ നടത്താൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അവർ വിശദമായിട്ട് എന്നോട് ഇങ്ങോട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. എന്നെ ഈ 17ാം വാർഡിലെ വോട്ടർമാർ എന്നെ ഒരു കാരണവശാലും എന്നെ കൈവെടിയില്ല എന്ന ഉറപ്പെനിക്കുണ്ട്. നല്ല ആത്മവിശ്വാസമുണ്ട്. അവരോടൊപ്പം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് തന്നെ എന്നെ കൊണ്ട് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും അവർക്ക് നാട്ടുകാർക്കും അറിയാം. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും നമുക്ക് ഉണ്ട്. അതായത് ഈ വാർഡിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ടു വന്ന ഒരു ഊർജ്ജസ്വലനായ പ്രവർത്തകനാണ് ബാലേട്ടൻ എന്ന് ജനങ്ങളെടുത്ത് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഈ ചെറുപ്പം മുതൽ ഞാൻ ഒരു ടിമ്പർ യൂണിയനിൽപ്പെട്ട ഒരു തൊഴിലാളിയാണ്. ചെറുപ്പം മുതൽ ഈ നാട് എന്ന് പറഞ്ഞാൽ ഈ 17ാം വാർഡ് മാത്രമല്ല, ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ
ഒട്ടുമുക്കായി പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്ത് വരെ ഉള്ള സ്ഥലങ്ങളിലും എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്, എന്നെ അറിയുന്നതാണ്. ഞാൻ ആ തൊഴിലാളി ആ ഒരു ബന്ധം ഏത് നാട്ടിൽ പോയാലും എന്നോടൊപ്പം ഒരുപാട് നല്ല ജനങ്ങൾ ഉണ്ട്. ആ ആത്മവിശ്വാസം എനിക്ക് ഇവിടെയും അത് ഉണ്ട്. എന്നെ വൻഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിപ്പിക്കുന്നു. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതായത് ഈ വാർഡിൽ പുതുതായി പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യകതയില്ലാത്ത ഒരു മുഖമാണ് ബാലേട്ടൻ്റെത്. അതെ. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിലെ ഏത് വിഷയത്താണ് മുൻഗണന, ആദ്യ പരിഗണന നൽകുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരിഗണനത്തിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വോട്ടർമാർ എന്നോട് ഇങ്ങോട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ് കാര്യമായിട്ടൊന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് തെരുവുളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ലേശം പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആദ്യം കൊടുക്കുന്നവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇത് കൂടാതെ ഇനി എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അപ്പം നിന്നുകൊണ്ട് ചെയ്യും എന്ന് ഈ സംസ്ഥയിൽ പറയാം. ശ്രീകണ്ഠപുരം നഗരസഭയുടെ വൈസ് ചെയർമാൻ പദവി അലങ്കരിച്ച കെ ശിവദാസനാണ് തൊട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അപ്പോൾ ശിവദാസൻ മുൻ കൗൺസിലറായിട്ട് ശ്രീകണ്ഠപുരം നഗരസഭ വൈസ് ചെയർമാൻ പദവിയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരി, വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊന്നും പറയാൻ ഇവിടെ ഒന്നും പറ്റില്ല. ഈ കാഞ്ഞിലേരി ദേശത്തോ ഒന്നും അങ്ങനെ ഒന്നും ആരും അറിഞ്ഞിട്ടില്ലാതെ ഒരുപാട് ജനങ്ങൾ ഈ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അയാൾ നല്ല വ്യക്തിയാണെന്ന് നമ്മൾ അങ്ങനെ വ്യക്തിപരമായിട്ട് യാതൊരു ഇതും ഇല്ല, നല്ല സൗഹൃദത്തിലാണ്. പക്ഷേ വികസനപരമായിട്ട് ഇവിടെ 10 വർഷക്കാലം ഇവിടെ LDF ഭരിച്ചതാണ്, UDF ഭരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നാട്ടിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതിൻ്റെ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ടിമ്പർ തൊഴിലാളിയായി തന്നെ ജനകീയ മുഖമുള്ള ബാലേട്ടൻ ഈ ആലക്കുന്ന് വാർഡിന്റെ ഒരു പുതിയ കൗൺസിലറായിട്ട് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഊർജ്ജസ്വലമായി ഉണ്ടാകട്ടെ എന്ന എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഓക്കെ.